ഹലോ ഗായ്സ്, ഡാൻബ്രോ റീബോൺ വീഡിയോസിലേക്ക് വീണ്ടും സാദരം സ്വാഗതം. Again, I am telling this is tea time and good evening to all the people gathered around here who are going to watch my video, all my friends. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ് ഒരു സെൽ, അതിൽ നമ്മുടെ ശരീരത്തിലുള്ള അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ പ്രാമുഖ്യം എന്താണ്. അപ്പോൾ ഈ ക്ലാസ് ഞാൻ പറയാൻ പോകുന്നത് റോബോട്ട് ഹുക്ക് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതുപോലെ എന്തുകൊണ്ടാണ് ആദ്യം മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ആൻഡൻ വാൻ ലൂവൻഹോക്ക്. ഇതുവരെ അങ്ങനെ ഒരു ഡൗട്ട്, ഒരു പ്രത്യേകതരം ഡൗട്ടാണിത്. ആൻഡൻ വാൻ ലൂവൻഹോക്കാണ് റോബോട്ട് ഹുക്കിൻ്റെ അപ്പനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആളാണ് റോബോട്ട് ഹുക്കിന് മുമ്പ് തന്നെ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഒരു വസ്തുവിനെ ഞാൻ ഈ പെൻ വെച്ചിട്ട് ഉദാഹരണം കാണിച്ചു തന്നു. 200 പ്രാവശ്യം, ഐ മീൻ 200 ടൈംസ് ഈ വസ്തുവിന് ഇങ്ങനെ 200 തവണ ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ട് കോശം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ഡൗട്ടുണ്ട്. അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? എന്തായിരിക്കും കാരണം? നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ എഗെയിൻ ടെല്ലിംഗ് ദിസ് മൈ ചാനൽ ഡാൻ ബ്രോ റീബോൺ, യുവർ ഫേവറേറ്റ് ഡാൻ സെബാസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായി ഇദ്ദേഹം ഇൻവെൻറ്റ് ചെയ്ത മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്ത മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പാണ്, സാധാ മൈക്രോസ്കോപ്പ്. ഞാൻ പറഞ്ഞില്ലേ, അതിനധികം വലിയ ഇപ്പോഴത്തെ കാര്യം പോലെ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദാറ്റ് മച്ച് ഹൈടെക് ഫീച്ചേഴ്സ് ബിക്കോസ് ഇറ്റ് വാസ് ഇൻ ദ 18th century. വി ആർ ലിവിങ് ഇൻ 21st century. ഹി വാസ് ലിവിങ് ഇൻ 18th century. ഒരു 300, 400, 500 ഇയേഴ്സെങ്കിലും പഴക്കമുള്ള ഒരു വസ്തുവാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. എന്നാലും അത് ഇത്രയും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, വളരെ ഹാർഡ് വർക്കായിട്ട് കണ്ടുപിടിച്ച അദ്ദേഹത്തിന് പറ്റിയ ഫോൾട്ട് എന്താണ്? ബിക്കോസ് ഈ മാഗ്നറ്റൈസ് ഇറ്റ് വിത്ത് വൺ ലെൻസ് ഈ മാഗ്നിഫൈഡ്. ആൾ ഒരു ലെൻസ് വെച്ച് മാഗ്നിഫൈ ചെയ്തു. അതുപോലെ ആൾ ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു കൽക്കരിയോ അതൊരു ചെറിയൊരു ലാമ്പ് വെച്ചിട്ട്, പഴയ കാലത്ത് ഒരു ഏൻഷ്യൻ ഫ്ലോറൻസ് നൈറ്റിംഗേലൊക്കെ ഉപയോഗിച്ചിരുന്ന, ഈ 1990 ഉപയോഗിച്ചിരുന്ന ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഉണ്ട്, ഒരു പ്രത്യേക ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന ഒരു സംഭവം. അതിൻ്റെ പേരെനിക്കറിയില്ല. ഇതേ സംഭവം ഒരു കോൺകേവ് മിററിലൊക്കെ റിഫ്ലക്ട് ചെയ്ത് അതുകൊണ്ട് ഒബ്ജക്റ്റിനെ കണ്ടിട്ടാണ് ഇദ്ദേഹം ഒരു ഒബ്ജക്റ്റിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. പക്ഷേ സെൽ ഈസ് വെരി മച്ച് ഇൻറ്റീരിയർ, അതുകൊണ്ട് ആൾക്കത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ റോബോട്ട് ഹുക്ക് ഇൻവെന്റ് ചെയ്തത് എന്താണ്? റോബോട്ട് ഹുക്ക് കണ്ടുപിടിച്ചത് എന്താണ്? ടെൽ മീ. റോബോട്ട് ഹുക്ക് കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. കാരണം ആൾ എന്താണ് കണ്ടുപിടിച്ചത്? യു നോ ദാറ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇദ്ദേഹം കണ്ടുപിടിച്ചതിൻ്റെ ഏറ്റവും ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് ശരിക്കും ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ബട്ട് നൗ ഇറ്റ് ഡിറൈവ്ഡ് ആസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് ഇദ്ദേഹം ശരിക്കും ഉണ്ടാക്കിയത്. ബട്ട് പീപ്പിൾ റെഫർ ടു ആസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഈ ആൻഡൻ വാൻ ലൂവൻഹോക്ക് ഉപയോഗിച്ചത് 1 ലെൻസ്, ഇദ്ദേഹം ഉപയോഗിച്ചത് 2 ലെൻസ്. ഈ 2 ലെൻസ് വെച്ച് ഗ്രേറ്റർ മാഗ്നിഫിക്കേഷൻ ചെയ്തു. അതിനിപ്പോൾ 2000 ടൈം, മറ്റേതിന് 200 ആണെങ്കിൽ ഇതിന് 2000 ടൈം ഒരു സംഭവത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. 2000 ടൈംസ് ഗായ്സ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? നോ, യോ. ആൻഡ് അഗെയിൻ ഈ 2000 ടൈംസ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് സെൽസ് കാണാൻ പറ്റി. കാരണം അത് 200, ഇത് 2000. ഇപ്പോൾ കാണുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും മോർ ലേറ്റസ്റ്റ് ആൾക്കാർ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഞാൻ പറഞ്ഞത് 500 വർഷം മുമ്പത്തെ ആൾക്കാർ. ഇനി 300 വർഷം കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും, ഇപ്പം ജനിച്ചാൽ മതിയായിരുന്നു. എന്തൊരു കഷ്ടം, എൻ്റെ വിധി. ചില ആൾക്കാർ ഇപ്പോൾ ഇനി 300 വർഷം മുമ്പത്തെ ആൾക്കാർ എങ്ങനെ പറയും? ഇങ്ങനെ പറയും. 300 വർഷം കഴിഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 300 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് സന്തോഷമാവും. പക്ഷേ ഫ്യൂച്ചർ ഇസ് കമ്മിങ് ആൻഡ് ന്യൂ തിങ്സ് ആർ കമ്മിങ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 300 വർഷം മുമ്പ് ഡിം, 300 വർഷം കഴിഞ്ഞിട്ടോ ഇങ്ങനെയായിരിക്കും. കാരണം എന്താ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾക്കാരെ കുറിച്ച് കഴിഞ്ഞ കാലത്ത് ജീവിച്ച നമ്മുടെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്ക് വളരെ സങ്കടം തൊട്ടുണ്ടാകും. കാരണം അവർ ചെയ്ത മൈക്രോസ്കോപ്പിനേക്കാൾ ഇമ്പ്രൂവ്ഡ് വരെയായിട്ട് നമ്മൾ കിട്ടി. അപ്പോൾ അവർക്ക് ശരിക്കും ടം. അതുപോലെ തന്നെ 300 വർഷം കഴിയുമ്പോൾ ഇനി എന്തായിരിക്കും നമുക്ക് തന്നെ അറിയില്ല, അതും ഡിം. അപ്പോൾ ഈ ടെക്നോളജി ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കും തോറും പുതിയ ലെൻസ്, പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ റോബോട്ട് ഹുക്ക് സെല്ല് കണ്ടുപിടിച്ചതിൻ്റെ കാര്യം. അദ്ദേഹം എന്താണ് ചെയ്തത്? വാട്ട് ഡിഡ് ഹി ഡു? ഹി ടുക്ക് എ സിമ്പിൾ പീസ് ഓഫ് കോർ എ സ്റ്റെം. ഒരു ചെറിയൊരു തടിയുടെ ഒരു അറ്റം ആൾ എടുത്തു. ആൻഡ് അഗെയിൻ വെൻ ഹി ഒബ്സർവ്ഡ് ഇറ്റ് അണ്ടർ ഹിസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, he found that he saw some compartments. ഈ ഡോർമെട്രി റൂമൊക്കെ പോലെ, ഈ ഡോർമെട്രി റൂമിലെ ചെറിയ സംഭവങ്ങളൊക്കെ ഇല്ല, അല്ലെങ്കിൽ ഫ്ലാറ്റിലെ കമ്പാർട്ട്മെന്റ്സ്, യു നോ ദാറ്റ്. അതുപോലെ അല്ലെങ്കിൽ അപ്പോൾ ആളിത് കണ്ടപ്പോൾ ആൾ ഓർമ്മിച്ചത് ഈ സന്യാസികൾ, ദീസ് മോങ്സ് യൂസ് ടു ലിവ് ഇൻ മൊണാസ്ട്രീസ്. ഇറ്റ് റിമൈൻഡഡ് ഓഫ്
ഹിം ദ റൂംസ്. ഈ മോങ്സ് ഇല്ലേ, സന്യാസികളും സന്യാസി വൈദ്യന്മാരൊക്കെ ജീവിച്ചിരുന്ന ആ മുറിയാണ് ആൾക്ക് ഓർമ്മ വന്നത്. സോ ഹി നെയിംഡ് ഇറ്റ് ആസ് സെൽസ് ബിക്കോസ് ഇറ്റ് വാസ് നോൺ ആസ് സെൽസ്. ആ മൊണാസ്ട്രി, ദ മോങ്സ് യൂസ് ടു ലിവ് ഇൻ മൊണാസ്ട്രീസ് ഇൻ സ്പെഷ്യലൈസ്ഡ് റൂം കോൾഡ് സെൽ ദാറ്റ് റിമൈൻഡഡ് ഹിം ഓഫ് സെൽ ആൻഡ് ഹി നെയിംഡ് ഇറ്റ് ആസ് സെൽസ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു എങ്ങനെയാണ് സെൽ എന്ന് പറഞ്ഞ പേര് വന്നത്, എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്, കണ്ടുപിടിക്കാൻ ആൾക്ക് നയിച്ചത് എന്താണ്. ആൻഡ് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മൈക്രോസ്കോപ്പ് വിച്ച് വാസ് ഇൻവെന്റഡ് years ago by Anton van Leeuwenhoek and years above by our favorite Robert Hooke. But there was one problem. ഒരു പാളിച്ചു പറ്റി അദ്ദേഹത്തിന്. കാരണം he didn't know that he was observing dead cell. ആൾ ഡെഡ് സെല്ലാണ് ഒബ്സർവ് ചെയ്താൽ ആൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ കാണാൻ പറ്റിയില്ല. അത് ഈ സ്ലീഡനും ശ്വാനും ഒക്കെയാണ് ഇതിനടുത്ത് നമ്മൾ കണ്ടുപിടിച്ചത്. കാരണം അത് ആളെടുത്തത് ഇപ്പോൾ ഒരു മരത്തിൽ, ഇപ്പം നമ്മളൊരു പൂ പറിച്ചു കളഞ്ഞാൽ ആ പൂവ് നമ്മളതിന് വിച്ഛേദിച്ച് കളഞ്ഞാൽ ആ പൂവിൻ്റെ ജീവൻ പോയി. നമ്മളതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ സെല്ലിന് കുറച്ച് നേരത്തേക്ക് ജീവനുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. അതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇത് അറിയില്ലായിരുന്നു. അദ്ദേഹം അത് എടുത്തു, അതെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച സ്ലീഡർ ആൻഡ് ഷ്വാൻ അത് എടുത്തു നോക്കിയപ്പോൾ ഇറ്റ് വാസ് എ ലിവിങ് സെൽ. മറ്റേ ആളെന്താണ് ചെയ്തത്, ആള് സംഭവം മുറിച്ചെടുത്തു. ഇദ്ദേഹം മുറിച്ചെടുക്കാണ്ട് തന്നെ ഒബ്സർവ് ചെയ്ത് നോക്കി. അപ്പോൾ അവിടെ ലിവിങ് സെല്ലാണ് കണ്ടുപിടിച്ചു. അങ്ങനെ സെല്ലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഏറ്റവും വളരെ സങ്കടത്തോടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ റോബോട്ട് ഹുക്ക് അത് അറിഞ്ഞില്ല. അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള സെൽ ഓർഗനൽസ് എല്ലാം ഓൾറെഡി ഡെഡ് ആയിരുന്നു. അദ്ദേഹത്തിന് ഫർദർ ഡിസ്കവറി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും സെൽ തിയറി 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് സ്ലീഡനും ഷ്വാനും സസ്പെൻസ് ആയിട്ട് ഞാൻ പറയാം കണ്ടുപിടിച്ചത്. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ് റിപ്ലൈ ആൻഡ് കമൻറ്റ്സ് ഫ്രം ഡാൻബ്രോ റിബോൺ യൂട്യൂബ് ചാനൽ. അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരാം. അല്ലെങ്കിൽ ചാനൽ നെയിം ഡാൻബ്രോ റിബോൺ. അപ്പോൾ ഡാൻബ്രോ റിബോൺ ഡാൻസ് വാസ് നിങ്ങൾ സൈൻ ഔട്ട് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെൽ തിയറി വെച്ച് പുതിയ പോയിന്റ് വെച്ച് കാണാം. അപ്പോൾ ഡാൻബ്രോ റിബോൺ, ഗുഡ് ബൈ, സ്വീറ്റ് ഡ്രീംസ്, ബൈ ബൈ.